നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന രാഹുൽ ഈശ്വർ എന്താണ് പറയുന്നത്? 16 ദിവസം അദ്ദേഹം ജയിലിനുള്ളിൽ കിടന്നു. അതിനുശേഷം തന്നെ, അതായത് ഈ ജയിലിൽ വാസം അനുഭവിക്കുന്നതിനിടെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴും കോടതിയിൽ എത്തിക്കുമ്പോഴും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു മാധ്യമങ്ങളോട്. ഇനി ജയിൽ മോചിതനായ ശേഷം അദ്ദേഹം എന്താണ് പറയുന്നത് എന്നത് ഏവരും ഉറ്റുനോക്കിയതാണ്. കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും അദ്ദേഹം പ്രതികരണം നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണവും അതുമാത്രമല്ല, ഇന്ന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് പറയും, വെളിപ്പെടുത്തുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിലാണ് രാഹുൽ ഈശ്വരൻ അറസ്റ്റിലായി റിമാൻഡിലായിരുന്നത്. ആ കേസിലാണ് ഇപ്പോൾ ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുന്നത്. പലതും പറയാനുണ്ട്, പക്ഷേ ഈ സാഹചര്യത്തിൽ തനിക്ക് പലതും പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരിക്കലും കള്ളത്തെ കള്ളം കൊണ്ട് ജയിക്കാൻ കഴിയില്ല, കള്ളത്തെ സത്യം കൊണ്ട് ജയിക്കാനേ സാധിക്കൂ. കേസിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ഒരു കാര്യം ഇപ്പോഴും പറയുന്നു, തന്നെ നോട്ടീസ് നൽകാതെയാണ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ പ്രോസിക്യൂഷൻ ഉൾപ്പെടെ കോടതിയിൽ പറഞ്ഞത് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ്. പോലീസ് റിപ്പോർട്ട് കിട്ടിയില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ കള്ളം പറഞ്ഞു. ജാമ്യം നിഷേധിക്കാനാണ് പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ കള്ളം കോടതിയിൽ പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് കഴിയും വരെ തന്നെ അകത്തിടാൻ നോക്കുകയായിരുന്നു അവർ. താൻ പുറത്തു നിന്നാൽ സർക്കാരിനെതിരെ സംസാരിക്കുമെന്ന ഭയം അവർക്കുണ്ടായിരുന്നുവെന്നും രാഹുൽ ഈശ്വർ പൊട്ടിത്തെറിച്ചു. തനിക്കെതിരെ വന്നത് വ്യാജ പരാതിയാണ്, പോലീസിനെതിരെ ആയിരുന്നില്ല തന്റെ നിരാഹാര സമരം. നമുക്കറിയാം, അദ്ദേഹം അറസ്റ്റിലായി കുറച്ച് ദിവസമൊക്കെ നിരാഹാര സമരം കിടന്നിരുന്നു. ഭക്ഷണവും വെള്ളവും ഒന്നും ഭക്ഷിക്കുകയോ അതുപോലെ തന്നെ വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്യാതെ നിരാഹാരത്തിലായിരുന്നു. മാത്രമല്ല, ഇതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാകുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ജാമ്യം നിഷേധിച്ചതോടെയാണ്, അതായത് ഡോക്ടേഴ്സ് അടക്കം തൻ്റെ കിഡ്നിക്ക് പ്രശ്നമാകുമെന്നൊരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം നിരാഹാര സമരം അവസാനിപ്പിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചത്. പോലീസിനെതിരെ ആയിരുന്നില്ല തന്റെ നിരാഹാര സമരമെന്നും മെൻസ് കമ്മീഷന് വേണ്ടിയാണ് താൻ നിരാഹാരം കിടന്നതെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ മെൻസ് അസോസിയേഷനൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യമാണ് ഒരു മെൻസ് കമ്മീഷൻ വേണമെന്നത്. കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പറയരുതെന്ന നിർദ്ദേശം തനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് താൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആർക്കും ആരെക്കുറിച്ചും കള്ളം പറയാൻ കഴിയുമെന്നും അതിജീവിതയുടെ ഐഡന്റിറ്റി താൻ പുറത്തു വിട്ടിട്ടില്ല എന്നും രാഹുൽ ഈശ്വർ വാദിച്ചു. പച്ചക്കള്ളമാണ് തനിക്കെതിരെ പറഞ്ഞത്. ആ കള്ളം എന്താണെന്ന് പറയാൻ തനിക്ക് സാധിക്കില്ല. പറഞ്ഞാൽ തന്നെ വീണ്ടും അറസ്റ്റ് ചെയ്യും. ഉമ്മൻചാണ്ടി, നിവിൻ പോളി, ഇങ്ങനെ നീതി കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. ആ ആൾക്കാരൊക്കെ നീതി കിട്ടാതെ ഉള്ള ഈ നാട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് നീതി കിട്ടുമോ എന്ന ചോദ്യവും രാഹുൽ ഈശ്വർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ചോദ്യം ചെയ്ത് ജയിലിൽ പോയതിൽ അഭിമാനം എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഇനി പെടാൻ പാടില്ല എന്ന് കോടതി ആവർത്തിച്ചു പറഞ്ഞു. അതിനുശേഷമായിരുന്നു, അതായത് ഉപാധികളോടെയായിരുന്നു രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകിയത്. സാക്ഷികളെ സ്വാധീനിക്കരുത്, സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ രാഹുൽ ഈശ്വറിന് നൽകിക്കൊണ്ട് ജാമ്യം അനുവദിച്ചത്. സമാനമായ കുറ്റകൃത്യങ്ങൾ പ്രതി മുൻപും ചെയ്തിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. 2 തവണ കസ്റ്റഡിയിൽ വിട്ടെന്നും മുൻ കേസുകളിൽ കോടതി അലക്ഷ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതത് കോടതികളെ അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കി. തുടർന്ന് രാഹുൽ ഈശ്വറിന് ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. വൈകിട്ട് 5:30 ജില്ലാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ രാഹുലിന് ജയിലിന് പുറത്ത് സഹപ്രവർത്തകർ സ്വീകരണമൊരുക്കി. അറസ്റ്റിനു പിന്നാലെ തനിക്ക് നേരെയുണ്ടായത് നീതി നിഷേധമാണെന്ന് ചൂണ്ടിക്കാട്ടി രാഹുൽ നേരത്തെ ജയിലിൽ നിരാഹാരം ആരംഭിച്ചിരുന്നു. എന്നാൽ ജാമ്യ ഹർജി തള്ളിയതോടെ 3-ാം ദിവസമാണ് ജയിൽ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ഭക്ഷണം ആവശ്യപ്പെട്ടത്. എന്തായാലും കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മാത്രമല്ല, തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. 16 ദിവസം ജയിലിൽ കിടന്നപ്പോൾ മെൻസ് കമ്മീഷൻ വേണമെന്ന ബോധ്യം കൂടിയെന്നും കൂടുതൽ ശക്തമായി പോരാടുമെന്നും ജയിൽ മോചിതനായ ശേഷമുള്ള ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുൽ ഈശ്വർ കുറിച്ചു. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്രകാരമാണ്: 16 ദിവസം ജയിൽ, മെൻസ് കമ്മീഷൻ വേണമെന്ന ബോധ്യം കൂടി, കൂടുതൽ ശക്തമായി പോരാടും. 2018 ജയിലിൽ ശബരിമല അയ്യപ്പനു വേണ്ടി നിരാഹാരം കിടന്നപ്പോൾ മറുഭാഗത്തുണ്ടായ അതേ തീവ്ര ഫെമിനിസ്റ്റ് ശക്തികളാണ് ഇപ്പോഴും കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത്. കോടതി വിധി ലംഘിക്കാതെ കോടതി വിധി മാനിച്ചുകൊണ്ട് ഉള്ള സത്യങ്ങൾ നാളെ പറയും. അഭിഭാഷകന്റെ അനുമതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയത്തിൽ അവർ തോറ്റു, നമ്മൾ ജയിച്ചു. മെൻസ് കമ്മീഷൻ വിഷയത്തിൽ നമ്മൾ ജയിക്കും. ജയ് ഗാന്ധി, ജയ് ഹിന്ദ് എന്നായിരുന്നു രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിൽ കുറിച്ചത്.
എന്തായാലും തനിക്ക് എതിരെ വന്നത് വ്യാജ പരാതിയാണെന്ന് രാഹുൽ ഈശ്വർ വാദിക്കുകയാണ്. മാത്രമല്ല സ്വാമി അയ്യപ്പനെ മഹാത്മാഗാന്ധിയെ പരാമർശിച്ചുകൊണ്ടായിരുന്നു രാഹുൽ തന്റെ സംസാരം കഴിഞ്ഞ ദിവസം തുടങ്ങിയത്. നോട്ടീസ് നൽകാതെയാണ് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന് അദ്ദേഹം ഉറച്ചു പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പകരം രാഹുൽ വിഷയം പ്രചാരണമാക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ ശ്രമമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. താൻ പുറത്തുണ്ടെങ്കിൽ ശക്തമായ ക്യാമ്പയിൻ നടത്തുമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. തന്നെ വ്യാജ പരാതിയിൽ അറസ്റ്റ് ചെയ്തതുപോലെ ആരെയും അറസ്റ്റ് ചെയ്യാവുന്നതല്ലേ എന്നും രാഹുൽ ചോദിച്ചു. ഇതിനിടയിൽ കൂടുതൽ സംസാരിക്കുമെന്ന് നിന്ന് രാഹുലിനെ ഭാര്യ ദീപ വിലക്കുന്നുണ്ടായിരുന്നു. അഭിഭാഷകനും വിലക്കിയെങ്കിലും രാഹുൽ പിന്മാറിയില്ല. പിന്നാലെ സത്യമില്ലാതെ ഈ രാജ്യം നിലനിൽക്കില്ലെന്നും ആർക്കും ആരെക്കുറിച്ചും കള്ളം പറയാമെന്ന് വെച്ചാൽ നമ്മളെ കുടുക്കാൻ വളരെ എളുപ്പമാണെന്നും രാഹുൽ പറഞ്ഞു. തുടർന്ന് മകനെ മാധ്യമങ്ങൾക്ക് മുൻപിൽ നിർത്തി നാളെ ഇവരെ പോലുള്ള ആൺകുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യരുതെന്നും അതിനാണ് ഈ പോരാട്ടമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. അതിജീവിതയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടത്തിയ രാഹുൽ ഈശ്വറിനെ നവംബർ 30-നായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത്. തൊട്ടടുത്ത ദിവസം ജാമ്യാപേക്ഷ തിരുവനന്തപുരം ACJ കോടതി തള്ളിയതോടെ നിരാഹാര സമരം തുടങ്ങിയിരുന്നു. രാഹുൽ ഈശ്വർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല പ്രോസിക്യൂഷൻ വാദത്തെ അംഗീകരിച്ചായിരുന്നു കോടതി ജാമ്യം ആദ്യം നിഷേധിച്ചത്. സാമൂഹിക മാധ്യമത്തിലെ പോസ്റ്റുകളടക്കം പിൻവലിക്കാമെന്ന് വാദത്തിനിടെ രാഹുൽ ഈശ്വർ പിന്നീട് പറഞ്ഞിരുന്നുവെങ്കിലും കുറ്റകൃത്യത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. രണ്ടാം തവണയായും ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടി. മാത്രമല്ല രാഹുൽ ജയിലിൽ നിരാഹാരം തുടരുന്നതിൽ കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. നിരാഹാര സമരം അംഗീകരിക്കില്ലെന്നും നിരാഹാരം നടത്തിയ അന്വേഷണത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമം നടത്തുകയാണെന്നും ജാമ്യം നൽകുന്നത് ഇത്തരം തന്ത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണെന്നും പ്രതി നടത്തിയത് ഗുരുതര കുറ്റങ്ങളാണെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ രാഹുൽ ഈശ്വർ നിരാഹാരം അവസാനിപ്പിക്കുകയായിരുന്നു. അതേസമയം സമാനമായ കേസിൽ സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. രാഹുൽ അടക്കം 6 പേർക്കെതിരെയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തത്. പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കനാണ് ഒന്നാം പ്രതി. ഇന്ന് കഴിഞ്ഞ ദിവസം ജാമ്യഹർജി കോടതി പരിഗണിച്ചപ്പോൾ പോലീസ് വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെട്ടു. പക്ഷെ 16 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞ പ്രതിയെ വീണ്ടും എന്തിനാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നതെന്ന് കോടതി ചോദിച്ചു. എന്നാൽ പ്രതി ഇത്തരം കുറ്റകൃത്യം ആവർത്തിക്കുന്ന ആളാണെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചെങ്കിലും അതിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. അറിഞ്ഞുകൊണ്ട് ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും തെറ്റ് ആവർത്തിക്കില്ലെന്നും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കേസിലെ മറ്റൊരു പ്രതി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇന്ന് എന്തായാലും കോടതി വാദം കേൾക്കുകയാണ്. ഇനി സന്ദീപ് വാര്യർക്ക് എന്താണ് വിധി, എന്താണ് അദ്ദേഹത്തിന്റെ വാദങ്ങൾ, അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. എന്തായാലും ഇന്ന് ആ വിഷയത്തിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത്.